ഗൈസ് 5 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ഇന്നലെയാണ് വീട്ടിൽ വന്നത്. അതാണ് എൻ്റെ വേറെ വീഡിയോസും നിങ്ങൾ കാണാമായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ ഇരുന്ന് വെറുതെ ബോറടിക്കുമ്പോഴാണ് ഞാൻ റീലൊക്കെ ചെയ്യുന്നത്. രോഗി തിങ്കളല്ല കേട്ടോ, ചേട്ടനാണ്. ചേട്ടന് കുറേ നാളോട് പനി ചുമ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ന്യൂമോണിയ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി, ആൾ ഓക്കെയാണ്. അപ്പോൾ തിങ്കൾ ഞങ്ങളോടൊപ്പമാണ് ഹോസ്പിറ്റലിൽ നിന്നത്. കാര്യം അവൾ ഇവിടെ നിൽക്കൂല, എൻ്റെ വീട്ടിൽ നിൽക്കൂല. പിന്നെ ആളിനും ചെറിയ ചുമയുള്ളതുകൊണ്ട് പിന്നെ പഠിക്കാനും പോയില്ല. അപ്പോൾ ആൾക്ക് തലയിലൊക്കെ അത്യാവശ്യം പേനായിട്ടുണ്ട് കേട്ടോ, കുളിക്കാത്തതുകൊണ്ട്. വെള്ളം മാറി പിന്നെ കുളിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈര് തലയിൽ ഈരുമ്പോൾ ഞങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പൂപ്പനും അമ്മൂമ്മേനെ ഒരു അപ്പം ചുട്ട കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ കുളിക്കാൻ തന്നെ കുളിച്ചിട്ട് കുറേ ദിവസമായതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മസാജൊക്കെ ചെയ്ത് കൊടുത്തു, എണ്ണയൊക്കെ തേച്ച്. നാളെ തൊട്ട് സ്കൂളിൽ വരണം. ആളിന് ഇത്രയും ദിവസം സ്കൂളിൽ പോയി വരുന്ന അതും വലിയ സന്തോഷമാണ്. തിങ്കൾ ഞാനങ്ങനെ കരി വരയ്ക്കാറില്ല. നിങ്ങൾ മിക്ക വീഡിയോസിനും കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനൊക്കെ കരി വരയ്ക്കാറില്ല. എനിക്ക് നല്ലോണം വരയ്ക്കാറുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പായി. അപ്പോൾ ഞാൻ വെച്ച് ചട്ടിച്ചോറ് കഴിക്കാം. ചട്ടിച്ചോറല്ല, ചട്ടിയിലെ ചോറ്. ഇന്നലത്തെ മീൻകറി വറ്റിച്ചതുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ തലേന്നത്തെ മീൻകറിയാണ് ഇഷ്ടം. രാവിലെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ 2 കഴിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ വിശന്നു. പിന്നെ ചോറും പിന്നെ ബീട്രൂട്ട് തോരനും പിന്നെ നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു. ഇഡ്ഡലിയുടെ സാമ്പാർ, നെല്ലിക്ക അച്ചാറല്ല മാങ്ങ അച്ചാർ. അന്ന് ഞാൻ അവരെ നിന്ന് വാങ്ങിയ നല്ല മാങ്ങ അച്ചാറാണ് കേട്ടോ. പഴകും തോറും ടേസ്റ്റും കൂടും. പിന്നെ ഒരു കാട്ടുനെല്ലിക്ക ഉപ്പിലിട്ടതെടുത്തു. പിന്നെ അതിൻ്റെ കുറച്ച് ചാറും കൂടെ ഒഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ആവില്ല. ഇതെല്ലാം കൂടെ വേരവി കൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കിഴങ്ങില്ലായിരുന്നു കേട്ടോ, അവിയലായിരുന്നു. അവിയൽ പൊതുവെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ.